ഡിസംബർ 25, 2023 ലോകമെമ്പാടും ക്രിസ്തുവിൻ്റെ പിറവിയെ ആഘോഷിക്കുന്ന അനുഗ്രഹീതമായ ഈ ദിനം പ്രഭാതത്തിൽ എൻ്റെ ചാനൽ 1-ലെ പ്രയർ ടൈമിലൂടെ കാണുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ലോകമെമ്പാടും മഹാസന്തോഷം കൊണ്ടാടുകയാണ് ലോകരക്ഷിതാവിൻ്റെ പിറവിയെ ഓർത്ത്. സ്തോത്രം. എന്നാൽ ഇന്ന് പകൽ എനിക്കതിൽ നിന്ന് ഒരു ലഘു സന്ദേശം കൈമാറുവാനുള്ളത്, ഈ സന്തോഷം ഡിസംബർ 25-ൻ്റേത് മാത്രമായി ഒതുങ്ങിക്കൂടാ. ഇത് സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. ഇത് നിലനിൽക്കുന്ന സന്തോഷമാണ്, ശാശ്വത സന്തോഷമാണ്. ആർക്കും കെടുത്തിക്കളയുവാൻ കഴിയാത്ത, ആർക്കും മോഷ്ടിച്ചെടുക്കുവാൻ കഴിയാത്ത മഹാസന്തോഷം. അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണമെന്നാണ് ക്രിസ്തു ആഗ്രഹിച്ചത്. പക്ഷേ ക്രിസ്തുവിനെ കേവലം ഡിസംബർ 25-ലെ ഒരു പിറവി ആഘോഷത്തിൽ ഒതുക്കി തീർക്കുന്ന മാലോകരോട് ഇന്ന് ദൂതൻ പറഞ്ഞ ആ വാക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ വീണ്ടും ഒന്നുണർത്തുകയാണ്, വീണ്ടും ഓർപ്പിക്കുവാൻ. സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അത് ആ സുവിശേഷം ഏറ്റെടുക്കുന്നവരുടെ ജീവിതം എന്നും എന്നും മഹാസന്തോഷമുള്ളതായി തീരുകയും ചെയ്യും. ദൈവത്തിന് മഹത്വം. വളരെ വേഗത്തിൽ ഞാൻ നിങ്ങൾക്കൊരു ക്രിസ്മസ് ആശംസകളും ന്യൂ ഇയർ ആശംസയൊക്കെ പകർന്നുകൊണ്ട് ഒരു തിരുവചന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം അതിന് ആധാരമായി എടുക്കുകയാണ്. ഐശയ്യാ ചാപ്റ്റർ 9:6. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. അതാണ് ഇന്ന് ലോകം മുഴുവൻ ആഘോഷിക്കുന്നത്. നമുക്ക് ജനിക്കപ്പെട്ട ശിശു, നാം എല്ലാവർക്കും വേണ്ടി ജനിക്കപ്പെട്ട ശിശു. നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അടുത്ത വാക്കിൽ പറയാം, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ മകൻ ആരുടെയോ ആണല്ലോ, അല്ലേ? ഒരു മകൻ നമുക്ക് നൽകപ്പെട്ടെന്ന് പറയുമ്പോൾ നമ്മുടേതല്ല, മറ്റാരുടെയോ ഒരു മകൻ നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. ശിശു, അതെ, ആരുടെയോ ഒരു ശിശു, അല്ലേ? ആ ശിശു ആരുടെയാണെന്നും ആ മകൻ ആരുടേതാണെന്നും ഉള്ളതാണ് ഇവിടെ പ്രസക്തമായ കാര്യം. അഖിലാണ്ടത്തിൻ്റെ ഉടയവനും സർവശക്തനുമായ യാഹെന്ന പഴയ നിയമപുസ്തകത്തിൽ മാലോകർ വിളിച്ചിരുന്ന യഹോവയായ ദൈവം, സർവശക്തനായ ദൈവം, പിതാവായ ദൈവമെന്ന് നാം പറയുന്ന പിതാവിൻ്റെ ഏകജാതനായ പുത്രൻ, അതാണ് ആ മകൻ. പിതാവിൻ്റെ ഏകജാതനായ പുത്രൻ, ആ മകൻ ആരിൽ നിന്ന് ജനിച്ചിരിക്കുന്നു? പിതാവിൽ നിന്ന് പുറപ്പെട്ടു വന്നവനായ മകൻ. സ്വതം പിതാവിൽ നിന്നുരുവായ ശിശു, അത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. സർവശക്തനായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വർഷങ്ങൾക്ക്, ദശാബ്ദങ്ങൾക്കല്ല, നൂറ്റാണ്ടുകൾക്ക് മുൻപേ പ്രവചന പുസ്തകത്തിലൂടെ പരിശുദ്ധ ആത്മാവ് തൻ്റെ പ്രവാചകനിലൂടെ പറയുകയാണ്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. അത് ഓൾറെഡി ജനിച്ചിരിക്കുന്ന ശിശുവാണ്. പക്ഷെങ്കിൽ ആ സമയത്ത് അത് വെളിപ്പെട്ടില്ല. നമുക്ക് 2023 വർഷങ്ങൾക്ക് മുമ്പാണ് നമുക്കത് വെളിപ്പെട്ടു വന്നത്. പ്രവാചകനും അത് കണ്ടിട്ടില്ല. പക്ഷെ ആത്മാവിൽ പറയാം, ജനിച്ചിരിക്കുന്നു. അപ്പോൾ ജനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എപ്പോൾ ജനിച്ച? ആദിയിലേ ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ജനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ജനിച്ച കാര്യമാണല്ലോ പറയുന്നത്. അപ്പോൾ ആദിയിലേ ഉണ്ടായിരുന്നു. പിതാവിൽ നിന്നും പുറപ്പെട്ട സൃഷ്ടിയുടെ ആരംഭത്തിന് മുൻപേ സൃഷ്ടിതാവായ പിതാവിൽ നിന്നും പുറപ്പെട്ടു വന്നവനാണ് തൻ്റെ ഏകജാതനായ പുത്രൻ എന്ന് പറയുന്നത്. സൃഷ്ടിയൊക്കെ അതിനുശേഷം ഉണ്ടായത്. തിരുവചനം പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവന് വേണ്ടി സകലതും ഉണ്ടായി, അവനായി സകലതും നിർമ്മിച്ചു, അവനായി നാമം ഉരുവാക്കപ്പെട്ടു എന്നാണ് യോഹന്നാനിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഉരുവാകുന്നതിന് മുൻപ്, അല്ലെങ്കിൽ സൃഷ്ടികൾ ഉരുവാകുന്നതിന് മുൻപ്, സകലതും ഉരുവാക്കുന്നതിന് മുൻപ് പിതാവിൽ നിന്നും പുറപ്പെട്ടതാണ് ഏകജാതനായ പുത്രൻ. അതുകൊണ്ടാണ് ഒരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് യെശയ്യാവിൻ്റെ സമയത്തല്ല ജനിച്ചിരിക്കുന്നത്, അതിന് മുൻപേ ജനിച്ചിരിക്കുന്നു. പക്ഷെ അവൻ വെളിപ്പെട്ടത് കാലസമ്പൂർണതയിലാണെന്ന് മാത്രം. അതെ, പിതാവിൻ്റെ ആ വെളിപ്പെടൽ വന്നത് 2023 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീനിലെ പച്ചമണ്ണിൽ, അതായത് ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിൽ, സ്വതം തെരുവിൽ, വഴിയമ്പലത്തിൽ, തെരുവിൽ പിറന്ന പുൽത്തൊട്ടിയിൽ, മാടിൻ്റെ പുൽത്തൊട്ടിയിൽ, പശുവിൻ്റെ പുൽത്തൊട്ടിയിൽ, ശീലകളിൽ പൊതിയപ്പെട്ടവനായി ഭൂമിയിലേക്ക് അവൻ അവതരിക്കപ്പെട്ടു. സ്തോത്രം. അപ്പോൾ വളരെ വേഗത്തിൽ പറഞ്ഞു പോയി അവസാനിപ്പിക്കട്ടെ ഞാൻ. ആ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കും. അപ്പോൾ അവൻ്റെ തോളിലാണ് സ്വതം ആധിപത്യം ഇരിക്കുന്നത്. അവനെ അത്ഭുതങ്ങളുടെ മന്ത്രി എന്ന് വിളിക്കും, വീരനായ ദൈവം എന്ന് വിളിക്കും. അപ്പോൾ അവൻ ദൈവം തന്നെയാണ്. സ്തോത്രം. അവൻ അത്ഭുത മന്ത്രി, വീരനായ ദൈവം, നിത്യപിതാവ്. അവൻ പിതാവാണ്, നിത്യപിതാവ്, പിതാവാണ്, നമ്മുടെ പിതാവാണ്.
നമ്മുടെ രക്ഷകൻ എന്ന് നാം വിളിക്കുന്ന, നമ്മുടെ കർത്താവ് എന്ന് വിളിക്കുന്ന യേശു കർത്താവ്, യേശു ക്രിസ്തു, അവൻ നമ്മുടെ പിതാവാണ്. അവനെ പറ്റി പറയുന്ന അവൻ നമ്മുടെ പിതാവാണ്. അവൻ സമാധാനത്തിൻ്റെ പ്രഭുവാണ്. സമാധാനം അവനിൽ നിന്നും മാത്രമേ ഉള്ളൂ. മറ്റൊരുവനിൽ നിന്നും നമുക്ക് സമാധാനം പ്രാപിക്കാൻ കഴിയത്തില്ല. ഇഹലോകത്തിൽ ആര് ഏതെല്ലാം ഓഫറുകൾ ചെയ്താലും അതിനൊക്കെ പരിമിതികളുണ്ട്. എന്നാൽ നിത്യമായ സമാധാനത്തിൻ്റെ ഉടമ ക്രിസ്തുവാണ്. ക്രിസ്തുവിലെ സമാധാനമാണ് നിങ്ങൾ കാഴ്മേയ സമാധാനം തരുന്നത്. കർത്താവായ യേശു ക്രിസ്തു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകും, ആർക്കും അത് നിങ്ങളിൽ നിന്ന് മോഷ്ടിക്കുവാൻ കഴിയത്തില്ല. ആ ദിവ്യ സമാധാനത്തിൻ്റെ ഉടമ ക്രിസ്തുവാണ്. ആ സമാധാനം ക്രിസ്തുവിനെ പിൻപറ്റുന്നവർക്കും ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഏറ്റെടുത്തവർക്കുമുള്ള അവകാശമാണ്. അതാണ് അവരുടെ സ്തോത്രം, ദൈവിക പദവി, ആ നിത്യസമാധാനം. അപ്പോൾ ആ പദം നമുക്ക് ഓടിച്ചു വായിച്ചിട്ട് അടുത്ത വാക്യത്തിൽ പോവാം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആരുടെ? പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ. അതെപ്പോൾ ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്, ആദിയിലേ ഉണ്ടായിരുന്നവൻ, സ്വത്രം സകല സൃഷ്ടികൾക്കും ആരംഭമായി കാരണഭൂതനായിരുന്നവൻ എന്ന് പറയാം. അവന് വേണ്ടിയാണ് സകലതും ഉളവായത്. അവനെ കൂടാതെ ഒന്നും ഉളവായില്ല എന്ന് തിരുവചനം പറയാം. അപ്പം അവൻ പിതാവിൽ നിന്നും പുറപ്പെട്ട പിതാവിൻ്റെ ഏകജാതനായ പുത്രൻ. അതെ, അവൻ ഒരു മകൻ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതെ, അത് പിതാവിൽ നിന്നും പുറപ്പെട്ട തന്നെ മകൻ. അവൻ്റെ തോളിൽ സ്വതാധിപത്യം അവൻ്റെ തോളിലിരിക്കും. സകലാധിപത്യങ്ങളുടെയും ഉടമ എൻ്റെ ക്രിസ്തുവാണ്. സകലാധിപത്യങ്ങൾ, എല്ലാ വാഴ്ചകളുടെയും എല്ലാ അധികാരങ്ങൾക്കും തലയായിരിക്കുന്ന ക്രിസ്തുവാണ്. നിങ്ങളെ ഒരാധിപത്യവും വാഴാൻ പോകുന്നില്ല. ഒരാധിപത്യത്തിനും കീഴിലല്ല നിങ്ങൾ യേശു കർത്താവാണെങ്കിൽ സർവാധിപതിയായവൻ്റെ ആധിപത്യത്തിന് കീഴിലാണ്. സ്വതന്ത്രം ലോകത്തിൽ മറ്റൊന്നിനും നിന്റെ മേൽ ആധിപത്യം ചുമത്താൻ കഴിയത്തില്ല. ഒരു പൈശാചിക ബന്ധനങ്ങൾക്കും ആധിപത്യം ചുമത്താൻ കഴിയത്തില്ല. ഒരു ലഹരിക്കും ആധിപത്യം, ഒരു അസമാധാനത്തിനും നിന്നെ അതിൻ്റെ ആധിപത്യത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല. സർവത്തിൻ്റെയും അധികാരിയായവൻ, അധിപതിയായിരിക്കുന്നവൻ, ആധിപത്യം തോളിലേറ്റപ്പെട്ടവൻ, അവൻ്റെ തോളിലായിരിക്കുന്നു. അവൻ്റെ കർത്തൃത്വത്തിന് കീഴിലാണ് നാമെങ്കിൽ സ്തോത്രം, ഒന്നും ഭാരപ്പെടേണ്ട. മറ്റൊന്നിനും നിന്റെ മേൽ സ്വാധീനം ചെലുത്താൻ കഴിയത്തില്ല. അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനായ ദൈവമാണ്. അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ആ നാമം, കർത്താവായ യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരുടെ ജീവിതം അത്ഭുതമായി തീരും. അവൻ വീരനായ ദൈവമാണ്, സർവശക്തനായ ദൈവം, വീരനായ ദൈവമാണ് നമ്മുടെ കർത്താവായ ക്രിസ്തു. ഈ ജനിക്കപ്പെട്ട കുഞ്ഞ് ഇന്ന് ലോകം മുഴുവൻ ഈ ക്രിസ്മസായി പുൽത്തൊട്ടിലിടത്തി ബൾബുകളൊക്കെ കത്തിച്ച് നക്ഷത്ര വിളക്കുകളൊക്കെ തൂക്കി വീടിൻ്റെ ഓരത്തെ ഒരു പുൽക്കുടിലുണ്ടാക്കി അതിനകത്ത് ഒതുക്കുന്ന, നാം ആഘോഷമാക്കി തീർക്കുന്ന ക്രിസ്തു, അവൻ സ്തോത്രം ആധിപത്യം അവൻ്റെ തോളിലിരിക്കുന്നവനാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ വീരനായ ദൈവമാണ്. സ്തോത്രം. പക്ഷെ നാം അവനെ ഒരു ചെറിയ വിൽത്തൊടിൽ ഒരു ആഘോഷമാക്കി ഒതുക്കുകയാണ്. സ്തോത്രം. വീരനായ ദൈവമാണ്. അവൻ നിത്യ പിതാവാണെന്ന് പറയുകയാണ്. അതെ, നമ്മുടെ പിതാവാണ്, നിത്യപിതാവാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി പറയാം. അപ്പോൾ പിതാവേ എന്നവനെ വിളിക്കാം, നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കാം. സ്വതം പിതാവെന്ന് വിളിക്കാം. അവൻ സമാധാനത്തിൻ്റെ പ്രഭു. നിന്റെ ജീവിതത്തിൽ മോഷ്ടിക്കപ്പെട്ടു പോയ സമാധാനം മടക്കി വേണമോ? ഇന്ന് ആ സമാധാനത്തിൻ്റെ പ്രഭുവായ ക്രിസ്തുവിനെ ഉള്ളങ്ങളിലേക്ക് ക്ഷണിച്ചാൽ അവൻ ആ പുൽക്കൊടിൽ കൊണ്ട് അവസാനിക്കുന്ന ഡിസംബറിൽ 25 ജനനം കൊണ്ട് ഒതുങ്ങിത്തീരുന്നതല്ല, അവൻ ആദിയിലേ ഉണ്ടായിരുന്നവൻ. സ്വതം നമുക്ക് വെളിപ്പെട്ടത് 2023 വർഷങ്ങൾക്ക് മുമ്പ്. അതിനു മുൻപേ പ്രവാചകനിലൂടെ ദൈവം അത് വെളിപ്പെടുത്തി കഴിഞ്ഞു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് യെശയ്യാവിലൂടെ വെളിപ്പെടുത്തിയതാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരുന്നത്. അതെ, ആ ദൈവം നമ്മുടെ ദൈവമാണ്. ആ കർത്താവിൻ്റെ പിറവിയാണ് മാനവകുലത്തിന് മഹാസന്തോഷം പകർന്നത്. കാരണം സകല ആധിപത്യങ്ങളെയും തോളിലേന്തിയവൻ, അവൻ നമ്മുടെ കർത്തൃത്വം ഏറ്റെടുക്കുവാൻ വേണ്ടി നമുക്കായി ജനിച്ചിരിക്കുന്നു. നമുക്കൊരു സന്തോഷ വർത്തമാനം ദൂതൻ പറഞ്ഞിരിക്കുകയാണ്. അവൻ്റെ ജനനത്തെ പറ്റി അപ്രകാരമാണ് പറയുന്നത്. സ്വതന്ത്രം അത് പിതാവിൽ നിന്നും ജനിക്കപ്പെട്ടതാണ്. സ്വതന്ത്രം നമുക്ക് വളരെ വേഗത്തിൽ ഒരു വചനഭാഗം വായിക്കുവാനുള്ളത് സ്വതന്ത്രം യോഹന്നാൻ്റെ സുവിശേഷമാണ്. യോഹന്നാൻ്റെ സുവിശേഷം സ്തോത്രം യോഹന്നാൻ്റെ സുവിശേഷം 1 യോഹന്നാൻ 5:4. 1 യോഹന്നാൻ 5:4. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും, പിതാവിൽ നിന്ന് പുറപ്പെട്ട തൻ്റെ ഏകജാതനായ പുത്രൻ ലോകത്തെ ജയിച്ചതുപോലെ, സർവത്തെയും ജയിച്ചതുപോലെ, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വീണ്ടും ക്ഷണിക്കപ്പെട്ട പിതാവിൻ്റെ മക്കളെന്ന പദവി പ്രാപിച്ച ദൈവമക്കൾക്കും ക്രിസ്തു യേശുവിലൂടെ ഉണ്ടായ സർവാധിപത്യത്തിൻ്റെ ജയം, സകലത്തെയും അടക്കി വാഴുവാനുള്ള ജയം, ആ ജയം നമ്മളുടെ അവകാശമായി തീരും. അപ്പോൾ ഈ ക്രിസ്തുമസ് എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ജനനമായി തീരാതെ
പിതാവിൽ നിന്നും ഞാനും നിങ്ങളും വീണ്ടും ജനിച്ച് ദൈവത്തിൽ നിന്ന് വീണ്ടും ജനിക്കുന്ന ഒരനുഭവത്തിലേക്ക് മാറ്റപ്പെടണമെന്ന ഈ പ്രഭാതത്തിൽ ഞാൻ വളരെ ആഗ്രഹത്തോടെ, ആവേശത്തോടെയും ഉത്സാഹത്തോടെയും നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ജനനമായി അതിനെ മാറ്റി നിർത്താതെ പിതാവിൽ നിന്ന് എൻ്റെയും നിങ്ങളുടെയും ഒരു ജനനമായി, സർവാധിപത്യങ്ങളോടെ ജയത്തോടെ വാഴുവാനുള്ളൊരു ജനനമായി ക്രിസ്തുവിനെ ഉള്ളിലേക്ക് ക്ഷണിച്ച് വീണ്ടും ജനിക്കുന്ന അനുഭവത്തിലേക്ക് നാം മാറണം. ആ വീണ്ടും ജനനം നമ്മളെ സർവത്തിൽ നിന്നുമുള്ള ജയത്തിൻ്റെ, സർവപരാജയങ്ങളിൽ നിന്നുമുള്ളൊരു ജയത്തിലേക്ക്, ആധിപത്യം നേടുന്നൊരു ജയത്തിലേക്ക്, ആ അത്ഭുത മന്ത്രിയുടെ അത്ഭുതങ്ങളെ പ്രാപിക്കുന്ന, അത്ഭുതങ്ങളാൽ നിറയപ്പെട്ടൊരു ജീവിതത്തിൻ്റെ, വീരനായ ദൈവത്തിൻ്റെ മക്കളെന്ന പദവിയിലൂടെ സമാധാനത്തിൻ്റെ പ്രഭുവിൽ നിന്ന് പ്രാപിക്കപ്പെട്ട സമാധാനത്തിൻ്റെ നിറകുടമായൊരു ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുവാൻ ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ആ ജനനത്തിനിടെയാണ്. ദൈവത്തിൽ നിന്ന് ക്രിസ്തു ജനിച്ച് സകലത്തെയും ജയിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് ഒരു ദൈവ പൈതൽ, സ്തോത്രം, ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിലൂടെ വീണ്ടും ജനിക്കപ്പെടുന്നതും. ആ ജനനം ദൈവത്തിൽ നിന്നുള്ള ജനനമായതുകൊണ്ട് അവൻ സകലത്തെയും ജയിക്കുന്നവനായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ഈ ക്രിസ്മസ് രാവിൽ സകലത്തെയും ജയിക്കുന്ന ഒരു ജയത്തിൻ്റെ ഉടമസ്ഥാവകാശം നിങ്ങൾക്കും എനിക്കും ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ അതിനെ പ്രാപിക്കാം, അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം എന്നുള്ളൊരു ആഹ്വാനത്തോടെ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ ലോകത്തെ ജയിച്ച ഒരു ജയത്തിൻ്റെ ഉടമകളാക്കി നമ്മെ തീർക്കണം. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ വീണ്ടും ജനിക്കപ്പെട്ടവനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ലോകത്തെ ജയിച്ച ഒരു ജയിച്ച ഒരു ഉടമകളായി നമുക്ക് ഓരോരുത്തർക്കും മാറുവാൻ കഴിയട്ടെ. ആ ജനനം പിതാവിൽ നിന്ന് ക്രിസ്തു ജനിക്കപ്പെട്ടതുപോലെ തന്നെ, ആദിയിൽ ജനിക്കപ്പെട്ടതുപോലെ തന്നെ, സ്വതം ഇന്ന് വീണ്ടും ജനിക്കുന്ന ഓരോ ദൈവവൈതലും ആ ദൈവിക മഹത്വത്തിൻ്റെ ഓഹരിക്കാരായി തീരുവാനിടയായി തീരും. ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് ഒരുമിച്ച് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് മഹത്വം കരേറ്റിക്കൊണ്ട് സ്തോത്രം നമുക്കൊന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി പാട്ടുപാടി സ്തുതിച്ച് സ്തോത്രം നമുക്ക് ക്രിസ്തുവിൽ സന്തോഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആശയേറും നാട്ടിൽ, ശോഭയേറും വീട്ടിൽ, തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. ആശയേറും നാട്ടിൽ, ശോഭയേറും വീട്ടിൽ, തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. വിന്മയമാകും ശരീരം ആ വിൻരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിന്മയമാകും ശരീരം ആ വിൻരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. എല്ലാം മുട്ടും മാടെന്നും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മാടെന്നും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. 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 കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച്
ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ, ക്രിസ്തുവിൽ ആനന്ദിപ്പാൻ ഈ പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് നൽകിയല്ലോ. കർത്താവിന് മഹത്വം കരയേറ്റുവാൻ സ്തോത്രം. വചനത്തെ കേൾക്കുവാൻ, ആരാധിക്കുവാൻ കർത്താവ് നമുക്ക് ഈ പ്രഭാതത്തിൽ കൃപ നൽകിയല്ലോ. നമുക്ക് ഒരുമിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിലൂടെ ഞങ്ങളെ വീണ്ടും ക്ഷണിച്ച് കർത്താവെ അങ്ങയുടെ മക്കൾ പദവിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ കർത്താവെ ആ ജനനം ഞങ്ങളുടെ ഉള്ളങ്ങളിലായിരിക്കുന്നതിനായി സ്തോത്രം. നിത്യമായി ഞങ്ങളുടെ ഉള്ളിൽ ജനിച്ചതിനായി നന്ദി കർത്താവെ. അതിലൂടെ ഞങ്ങൾ നിത്യജയത്തെ പ്രാപിച്ചതിനായി സ്തോത്രം. ലോകത്തെ ജയിച്ച ജയത്തിന്റെ ഉടമകളായി ഞങ്ങളെ തീർത്തതിനായി സ്തോത്രം. ആ അത്ഭുത മന്ത്രി, ആ വീരനായ ദൈവം, ആ സമാധാനത്തിന്റെ പ്രഭുവായ ക്രിസ്തു കർത്താവെ, ഞങ്ങളുടെ പിതാവായിരിക്കുന്ന ക്രിസ്തു കർത്താവെ, ആധിപത്യം തോളിലുള്ളവനായ ഞങ്ങളുടെ ക്രിസ്തു ഞങ്ങളുടെ ഉള്ളങ്ങളിൽ വന്ന് ഞങ്ങളെയും ആധിപത്യമുള്ളവരായി അത്ഭുതങ്ങളുടെ നിറകുടമാക്കി വീര്യവനായ ദൈവത്തിൻ്റെ വീര്യം പ്രവർത്തിക്കുന്ന മക്കളാക്കി സമാധാനത്തിൻ്റെ പ്രഭുക്കന്മാരാക്കി സമാധാനം കൊണ്ട് നിറയപ്പെട്ടവരാക്കി ഞങ്ങളെ തീർത്ത കൃപയ്ക്കായി സ്തോത്രം. ഈ ക്രിസ്മസ് ദിനത്തെ ലോകമെമ്പാടും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ അനുഗ്രഹിക്കുകയാണ്. ക്രിസ്തുവിലൂടെ പുതുജനനം പ്രാപിച്ച് അവകാശ പദവിയിലൂടെ ക്രിസ്തു ഉള്ളങ്ങളിൽ ജനിക്കപ്പെട്ടവരായി ലോകത്തെ ജയിച്ചവരായി ജയം ആഘോഷിക്കുന്നവരായി തീരുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കട്ടെ. ഈ പകൽ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ജീവിതത്തിൽ വലിയ നന്മകൾ ഉണ്ടാകട്ടെ. ഈ പകൽ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും പ്രത്യാശയുടെയും കർത്താവെ ദിനമായി മാറട്ടെ. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഐക്യതയുടെയും കർത്താവെ സ്തോത്രം നിറവാർന്ന ദിനമായി മാറട്ടെ. പ്രിയപ്പെട്ടവരെല്ലാം ഈ ദിനം ക്രിസ്തുവിൽ സന്തോഷിപ്പാൻ കൃപ കൊടുക്കണമേ. ഭവനങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ. ലഹരികൾ ഒഴിഞ്ഞു നിൽക്കട്ടെ. കുടുംബങ്ങളിൽ കർത്താവെ പരസ്പരം പരിഭവങ്ങളെല്ലാം മറന്ന് ഒന്നു ചേർന്ന ഒരു പുതിയ തുടക്കത്തിന് ഈ ക്രിസ്മസ് ദിനം ഓരോ കുടുംബങ്ങളിലും ഇടയാകട്ടെ. സ്നേഹബന്ധങ്ങൾ ഊഷ്മളമായി തീരട്ടെ. എല്ലാ പരാജയങ്ങളും മാറട്ടെ. എല്ലാ കണ്ണുനീരുകളും മാറട്ടെ. കുടുംബങ്ങളിൽ ആനന്ദമുണ്ടാകട്ടെ. സമൃദ്ധി ഉണ്ടാകട്ടെ. ശൂന്യതകൾ മാറട്ടെ. കടങ്ങൾക്ക് വിരാമമാകട്ടെ. സങ്കടങ്ങൾക്ക് വിരാമമാകട്ടെ. ജീവിതങ്ങളിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ഈ ക്രിസ്മസ് ദിനത്തിൽ കർത്താവെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതം അഭിവൃദ്ധിയും അനുഗ്രഹവും സമ്പന്നവുമായി തീരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ശൂന്യതകളെല്ലാം മാറട്ടെ. കൃപയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പിതാവ് പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും യേശുവിനെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. മനോഹരമായ ഒരു ക്രിസ്മസ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശംസിക്കുന്നു. ക്രിസ്തുവിൻ്റെ ജനനം നമ്മുടെ ഉള്ളങ്ങളിലായതിൽ ദൈവത്തിന് നമുക്ക് ചേർന്ന് മഹത്വം കൊടുക്കാം. വലിയവനായ ദൈവം ഉള്ളങ്ങളിൽ പിറക്കപ്പെട്ട പ്രിയമുള്ളവരെ കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. അങ്ങനത്തെ പദവി ലഭിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായ ഹൃദയങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് നിത്യജീവന്റെയും നിത്യരക്ഷയുടെയും ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരുമായി ആ മഹാസന്തോഷത്തിന്റെ പങ്കാളികളായി ചേരുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ലവ് യു എവരിവൺ. താങ്ക് യു.